ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് പറയാവേ. അപ്പൊ റൂമിൽ ഇന്ന് കുറേ ആയി ബോറടിക്കണം. നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അധികം അങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് നമ്മള് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാന്ന് പ്ലാൻ ചെയ്തു. ശരിക്കും ഇന്ന് വ്യാഴാഴ്ച, നാളെ വെള്ളി ശനി ലീവാണല്ലോ. അപ്പോൾ വ്യാഴാഴ്ച എനിക്കിടയ്ക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട്, എന്താ മാംഗോ പൊറോട്ട കോംബോ, എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ അത് കഴിക്കാൻ പോകാനാ പ്ലാൻ ചെയ്തത്. പിന്നെ ട്രാഫിക് ഒക്കെ കണ്ട് അത് ക്യാൻസൽ ചെയ്ത് നമ്മൾ കറിപ്പോട്ടിലേക്കാണ് വന്നത്. അങ്ങനെ ഇവിടെ വന്ന് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. ഈ കുഞ്ഞു ഗ്ലാസ്സിൽ ഒരു വെജ് സാലഡും കിട്ടും. അപ്പം ചിലപ്പോൾ ഇത് വാട്ടർമെലൺ ജ്യൂസ് ആയിരിക്കും, ചിലപ്പം ഒരു പ്രാവശ്യം ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. എന്തായാലും നല്ല രസമാണ്. അപ്പൊ അതൊക്കെ കുടിച്ച് കല്യാണി പപ്പയുടെയും കൂടി മേടിച്ചിട്ട് ഇങ്ങനെ കുടിക്കണുണ്ട്. കഴിക്കാനൊക്കെ മടിയാണ് ആളിങ്ങനെ. ചിക്കൻ ലോലിപോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്യും, പക്ഷെ കഴിക്കാൻ ആൾക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ നമ്മള് ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ ഓർഡർ കൊടുത്തു. എന്താ കൊടുത്തേന്ന് വെച്ചാല് നൂൽ പൊറോട്ടയും പിന്നെ പാലപ്പവും പിന്നെ കല്യാണി ഇങ്ങനെ മെനു ഒക്കെ നോക്കിയിട്ട് കല്യാണിക്ക് മെനു പറയാന് കല്യാണി ചോദിക്കും, ഫോട്ടോ ഉള്ള മെനു ബുക്ക് എന്തെങ്കിലും ചോദിച്ചിട്ടൊക്കെയാണ്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ആള് ചിക്കൻ 65 ഓർഡർ ചെയ്തത്. ചിക്കൻ 65 ബോൺലെസ് ആയിട്ടുള്ളതാണ് ഇപ്രാവശ്യം ഓർഡർ ചെയ്തത്. സാധാരണ എപ്പോഴും ലോലിപ്പോപ്പ് ഇട്ടിട്ടൊരു കളിയേ ഇല്ല ആൾക്ക്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുഡ് എത്തും. അപ്പോൾ പറയണമല്ലോ നല്ല പൊരിച്ച കോഴീന്റെ മണമെന്ന്. അതിനായിട്ട് ഞാനിങ്ങനെ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഫുഡ് വരുന്ന ഈ ടൈം ആകുന്നതിന് മുമ്പ് കല്യാണിയുടെ പപ്പയും കൂടി ഭയങ്കര കളിയാണ്. ഇവരെപ്പോഴും ഇല്ലേ, കല്യാണി എപ്പോഴും കല്യാണിയുടെ പപ്പയുടെ കൈ പിടിച്ചിങ്ങനെ കാണും, അല്ലെങ്കിൽ ആനകളി, റൂമിലാണെങ്കിൽ ആന കളിക്കുക, തോളെ കയറി കളിക്കുക, ഇതൊക്കെ തന്നെയാണ് സ്ഥിരം. കല്യാണിയുടെ പപ്പേനെയും കാണുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് എൻ്റെ ചെറിയ സമയമാണ്. ഞാൻ കുഞ്ഞായിരുന്ന പോലെ ടൈം. ഞങ്ങളുടെ ചാച്ചനും അമ്മച്ചിക്കും ഞങ്ങൾ 3 പെൺമക്കളാണേ. അപ്പം ഞാനാണ് അവിടുത്തെ ഏറ്റവും ഇളയത്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് പുറകെ തന്നെ കാണും. പെൺമക്കൾ എപ്പോഴും അച്ഛന്മാരുടെ രാജകുമാരിമാരാണല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാൻ എൻ്റെ അച്ഛനെ മിസ് ചെയ്യും. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ചാച്ചൻ്റെ കൂടെ നടക്കുള്ളായിരുന്നു. ചാച്ചൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിടാറില്ല. ചാച്ചൻ്റെ കൂടെ കഴിക്കൂ. അതായത് ഞാൻ തിരുനെൽവേലിയിലാണ് പഠിച്ചത്. അപ്പോൾ നാട്ടിൽ വരുന്ന സമയമാകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ചാച്ചൻ്റെ കൈ പിടിച്ച് നടക്കുക, ചാച്ചൻ്റെ കൂടെ ഫുഡ് കഴിക്കൂ, ചാച്ചൻ വാരി തരണം, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല പൊരിച്ച കോഴിയും, ഇതാണ് ചിക്കൻ ബോൺലെസ് 65 എന്ന് പറഞ്ഞത്. അപ്പം അത്, നൂൽ പൊറോട്ട, ഇതെല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. കഴിച്ചു നോക്കിയല്ലേ അറിയത്തുള്ളൂ. ഇത് നിറച്ച കോഴിയാണേ. അതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിറച്ച കോഴി എന്ന് വെച്ചാൽ അതിനകത്തൊരു എഗ്ഗ് നിറച്ചിട്ടുണ്ട്, ഒരു പുഴുങ്ങിയ മുട്ട അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മനു പാലപ്പമാണ് കഴിക്കണേ. ഞാനാണ് നൂൽ പൊറോട്ട പറഞ്ഞേ. കല്ലൊരു പൊറോട്ട എടുത്ത് ഞാനൊരു പൊറോട്ട എടുത്ത് ഞങ്ങളങ്ങനെ കഴിക്കുകയാണ്. കല്യാണി ചുമ്മാ ഇങ്ങനെ എടുത്ത് വെക്കത്തേ ഉള്ളൂ, കഴിക്കുകയൊന്നുമില്ല. ഭയങ്കര പാടാണ് കല്യാണി ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത്. അതൊരു വലിയ ടാസ്ക് തന്നെയാണ് എപ്പോഴും. പിന്നെ ചില സമയത്ത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല, വിശക്കുമ്പോൾ കഴിക്കട്ടെ എന്ന് വിചാരിക്കും. ചില സമയത്ത് ഞാൻ വാരിക്കൊടുക്കാറൊക്കെയുണ്ട്. പക്ഷെ എനിക്കങ്ങനെ വാരിക്കൊടുത്ത് കഴിപ്പിക്കാൻ എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. സ്വന്തമായിട്ട് കഴിക്കുമ്പോഴല്ലേ അവളുടെ വയറെന്നറിയുക. പിന്നെ കുഞ്ഞല്ലേ, ഇപ്പം ഞാൻ സെയിം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ അമ്മയായിട്ടല്ലായിരുന്നു അറ്റാച്ച്ഡ്, എൻ്റെ അച്ഛനുമായിട്ടായിരുന്നു. ചാച്ചൻ വാരിത്തരണമായിരുന്നു എനിക്ക് ഫുഡ്, അങ്ങനെയായിരുന്നു ഞാൻ. അപ്പം ഇതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ആ പൊരിച്ച കോഴിയല്ല, നിറച്ച കോഴീൻ്റെ കാലൊക്കെ എടുത്തിട്ട് കഴിക്കണുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ജ്യൂസ് വേണമല്ലോ.
അപ്പം ഞാൻ ഫസ്റ്റ് സാധാരണ എപ്പോഴും ഒന്നുകിൽ മിൻറ്റ് ലൈം അല്ലെങ്കിൽ ലൈം ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസാണ് പറഞ്ഞത്. എന്താ ഞാനിങ്ങനെയൊക്കെ കഴിച്ച് കാണിക്കുന്നത് കണ്ടുകൊണ്ട് കല്യാണി പറഞ്ഞ് കല്യാണിക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന്. ആൾക്ക് കൊടുത്തത് ആൾ കഴിച്ചില്ല. അങ്ങനെ ഞാൻ വായി വെച്ച് കൊടുത്തു. ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പറാണെന്നൊക്കെ ആൾ പറയുന്നുണ്ട്. ആൾ അടങ്ങിയിരിക്കത്തേയില്ല. ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാ ആൾക്ക് കളിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനത്തെ ഇത് തന്നെയാണ് ആളുടെ പണി, അടങ്ങിയിരിക്കില്ല. അപ്പം മുട്ട കണ്ടപ്പോഴത്തേക്ക് എന്നാൽ മുട്ട കഴിക്കാന്ന് പറഞ്ഞിട്ട് ആള് മുട്ട കഴിക്കാൻ ഇറങ്ങി. ആള് ഫുഡ് കഴിച്ചില്ല. ബാക്കി നമ്മൾ പാഴ്സലൊക്കെ മേടിച്ചേ. അങ്ങനെ ഇതാ പൈനാപ്പിൾ ജ്യൂസും പാഴ്സലൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അപ്പം ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. രക്ഷയില്ലാത്ത ചൂടാണ്, ഭയങ്കര ചൂടാണ്. പുറത്തേക്കൊന്നും ഇറങ്ങാനേ പറ്റൂല, നല്ല ദാഹമായിരിക്കും. അപ്പം ഞാൻ ജ്യൂസ് വീട്ടിൽ ചെല്ലാനൊന്നും വെയിറ്റ് ചെയ്തില്ല. കാറിലിരുന്നേ ജ്യൂസൊക്കെ ഞാൻ അകത്താക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ പോകാന്ന് വിചാരിച്ചു. പാർക്കിലൊക്കെ പോയാൽ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. കുറച്ചു നേരം പോലും നമുക്ക് ഇരിക്കാൻ പറ്റാത്തത്ര നല്ല ചൂടാണ്. ഈ സൗദി ഏറ്റവും സുന്ദരിയായിട്ട് ഫീൽ ചെയ്യുന്നത് രാത്രി സമയങ്ങളിലാണ്. ഈ ലൈറ്റും വെട്ടങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് സൗദിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് പകല് കാണുന്നതിനേക്കാളും. അപ്പം നമ്മൾ നമ്മുടെ റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ റൂമിലേക്ക് പോവാണ്. കല്യാണി ഞാനാണ് ഫസ്റ്റ് ലിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓടിപ്പോകുന്നത്. ഇതിനൊരു മത്സരം തന്നെയാണ്, എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ കല്യാണി നോക്കിയപ്പോൾ പപ്പയെ കാണുന്നില്ല. പപ്പയാണെങ്കിൽ പാത്തിരിക്കുകയാണ് മോള് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഇതാ കാറിന്റെ ബാക്കിലൊക്കെ പോയി പാത്തിരുന്നു. കല്യാണി ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ആള് കുറച്ച് മാറി നിന്ന് അങ്ങനെ ഫൈനലി കല്യാണി അത് കണ്ടുപിടിച്ചു, പപ്പ എവിടെയായിരിക്കണേ. അങ്ങനെ ഇവരെപ്പോഴും ഇങ്ങനെയാണ്, ഒന്നെങ്കിൽ പാത്തിരിപ്പ്, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക, ഇല്ലെങ്കിൽ ആന കളിക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഒരു ബോള് കളി. ഇതെല്ലാം കല്യാണിയുടെ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണിയുടെ പപ്പ തന്നെയാണ് എപ്പോഴും. പക്ഷെ എനിക്ക് തീരെ ക്ഷമയില്ല ഇങ്ങനെ കളിക്കാനും ഇവളുടെ കുസൃതിക്കൊപ്പം ഇങ്ങനെ നിൽക്കാനുള്ള ക്ഷമ തോന്നാറില്ല. മനുവാണെങ്കിൽ അതിനനുസരിച്ച് അവളുടെ ഏജിനനുസരിച്ച് നിന്ന് കൊടുക്കാറുണ്ട്. സെയിം എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരാറ്. ചാച്ചൻ ഇങ്ങനെ തന്നെയാണ്. ചെറുതിലെ തൊട്ട് ഞാനൊരു എൻജിനീയറിംഗ് പഠിക്കുന്ന ടൈം വരെ എൻ്റെ ചാച്ചന് ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ വൈബിനനുസരിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ വേഗം കാണാം. ബൈ.